ഡോക്ടറെ, നോമ്പെടുക്കുന്ന ഒരാള് ബ്ലഡ് എടുത്താലോ ഇൻസുലിൻ കുത്തിവെച്ചാലോ നോമ്പ് മുറിയോ? ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണത്. നോമ്പുള്ള സമയത്ത് ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് ഷുഗർ ടെസ്റ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയോ എന്നുള്ളത്. നമ്മൾ നോമ്പിന് ബ്ലഡ് എടുക്കുമ്പോൾ, ടെസ്റ്റിന് വേണ്ടി ബ്ലഡ് എടുക്കുമ്പോൾ നമ്മളൊന്നും അങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നില്ല. മരുന്നായാലും ഗ്ലൂക്കോസ് ആയാലും ഒന്നും അങ്ങോട്ട് കയറ്റുന്നില്ലല്ലോ. ബ്ലഡ് കുറച്ച് ടെസ്റ്റിന് എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല. വളരെ വ്യക്തമാണത്. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം, ഇൻസുലിൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് മുറിയോ എന്നുള്ളത്. നമ്മൾ ടൈപ്പ് 2, അതായത് മിക്ക പേഷ്യൻസും ടൈപ്പ് 2 ആണ്. ടൈപ്പ് 2 പേഷ്യൻസിൽ ഇൻസുലിൻ അടിക്കുന്നത് 2 നേരമായിരിക്കും, ചിലർക്ക് 1 നേരമായിരിക്കും. അപ്പോൾ ഈ 2 നേരം 1 നേരമുള്ള ആളുകൾ ഇഫ്താറിൻ്റെ സമയത്ത് വെള്ളം കുടിക്കുക, ഇൻസുലിൻ അടിക്കുക, അരമണിക്കൂറാകുമ്പോൾ ഭക്ഷണം കഴിക്കുക. അതുപോലെ അത്താഴത്തിനുള്ള ഇൻസുലിൻ അടിക്കുക, അത്താഴത്തിന് മുമ്പ് ഇൻസുലിൻ അടിക്കുക, ഒരു 20 മിനിറ്റോ മറ്റോ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ അത് നോമ്പുള്ള സമയത്തല്ല, ഇഫ്താറിനും അത്താഴത്തിനുമാണ്. അപ്പോൾ പിന്നെ നോമ്പ് മുറിയുന്ന പ്രശ്നം ഒരിക്കുന്നില്ല. പിന്നെ അപൂർവമായിട്ട് ചിലർ 3 നേരത്തെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്. 3 നേരത്തെ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ ഉച്ചക്കൊരു ഡോസാണ് എക്സ്ട്രാ വരുന്നത്. പക്ഷേ ഇൻസുലിൻ നമ്മൾ സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് 3 നേരം എടുക്കുന്നവർ ഭക്ഷണത്തിന് മുമ്പാണ് ഇൻസുലിൻ എടുക്കുക. അപ്പോൾ ഉച്ചക്ക് ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കും, അല്ലാതെ ഉച്ചക്കൊരു ഡോസ് വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് നോമ്പില്ല, അതായത് നോമ്പ് എടുക്കുന്നില്ല. പ്രത്യേകിച്ചും ഇത് ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസ് ആയിരിക്കും, ടൈപ്പ് 1 പ്രമേഹം. അവർക്ക് ഇൻസുലിൻ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. 3 നേരം ഇൻസുലിൻ എടുക്കേണ്ടി വരും, കൃത്യത്തിന് ഭക്ഷണം കഴിക്കേണ്ടി വരും. രക്തത്തിൻ്റെ ഷുഗറിൽ ഒരുപാട് വേരിയേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത്തരം ആളുകൾ നോമ്പെടുക്കുന്നവരല്ല, അത് നോമ്പെടുക്കാൻ കഴിയില്ല, മറ്റു പരിഹാര മാർഗങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ, റൈറ്റ്.